ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയെക്കുറിച്ചും സിനിമയുടെ അനുഭവത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന രീതിയിൽ ഒരു സിനിമ വരുന്ന സമയത്ത് അത് പിള്ളേർക്ക് കാണാൻ പറ്റുന്നതാണോ അതോ അതിൽ കുറച്ച് വയലൻസ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കാണാൻ പറ്റില്ല, ഇതിന്റെ സർട്ടിഫിക്കേഷൻ 16+ ആണ് എന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂയിലെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഇത് വലിയ പരാതിയൊന്നുമല്ല. പല സിനിമകളും നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന പേരിൽ ആ രീതിയിലൊരു സിനിമ പിടിക്കുമ്പോൾ എല്ലാവർക്കും പിള്ളേർക്ക് കൂടെ കാണാൻ പറ്റുന്ന സിനിമയായിരിക്കാം എന്ന രീതിയിൽ ചിലപ്പോൾ കൊണ്ടുപോയിരിക്കാം. അത് അങ്ങനെ പോകുന്നവർക്ക് ഞാൻ പറയാം, കുറച്ച് ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം വയലൻസും പരിപാടികളൊക്കെ ഉണ്ട്. പേടിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്ന പിള്ളേരെ പരമാവധി കൊണ്ടുപോയിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് 16+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു കോമിക് ബുക്ക് വായിക്കുമ്പോൾ ഒരു പണ്ട് ഒരു സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു, ഇന്നാൾ ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന സ്ഥലങ്ങളില്ലേ, അതേപോലത്തെ സ്ഥലം നമുക്ക് കുഞ്ഞിരാമായണത്തിലും മിന്നൽ മുരളിയിലൊക്കെ പോലെ കണ്ടിരുന്ന പോലത്തെ ഒരു സ്ഥലം. ഇവിടെ വളരെ പാവങ്ങളായിട്ടുള്ള കുറേ ആളുകൾ, പോലീസ് സ്റ്റേഷനുണ്ട്, പോലീസുകാർക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അവർ നാട്ടുകാരൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, ടെക്നോളജി ഒന്നും അധികം വന്നിട്ടില്ല. അവിടെ ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയുണ്ട്. പുള്ളി ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമാസും ഇൻവെസ്റ്റിഗേഷനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാൾ. അയാളുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ഈ കളഞ്ഞു പോകുന്ന ആടിനെയും മാടിനെയും കിണ്ടിയൊക്കെ തപ്പിക്കൊടുക്കുക, അങ്ങനെ അന്വേഷിച്ചിട്ട് അത് ബോഡി എഴുതി വെക്കുക, ഞാനിങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത്. അതാണ് പുള്ളിയുടെ ഹോബിയും കാര്യങ്ങളൊക്കെ. ആ സമയത്താണ് അവിടെ ഒരു സീരിയൽ കൊലപാതകങ്ങളും അതിന്റെ അന്വേഷണവും, അതിൽ ഉജ്ജ്വലന്റെ അന്വേഷണം ഒരു രീതിയിൽ, പോലീസുകാർ അന്വേഷണം ഒരു വേറെ രീതിയിൽ. അതാണ് സിനിമയുടെ ഒരു ബേസിക് ത്രെഡ്. ഇത് ട്രെയിലറിലുള്ള തന്നെയാണ്, സ്പോയിലറും കാര്യങ്ങളൊന്നും അല്ല. കഥാപാത്രത്തിലേക്ക് വന്നാൽ ഉജ്ജ്വലനായിട്ട് വരുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒന്നും തോന്നിയില്ല, ഒരു നോർമലായിട്ട് പോയ ഒരു കഥാപാത്രം എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇവർ പറയുന്നത് ഇത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ രണ്ടാമത്തെ സിനിമയാണെന്നാണ്. കാര്യം ആദ്യത്തത് മിന്നൽ മുരളിയായിരുന്നു, അടുത്ത യൂണിവേഴ്സിലുള്ള അടുത്ത സിനിമ ഉജ്ജ്വലനാണ്. ഇനി വരുന്ന പല സിനിമകളിലും ചിലപ്പം ഇതിലെ പല കഥാപാത്രങ്ങൾ അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇവരൊരുമിച്ച് ഭാവിയിൽ സിനിമകൾ വരികയോ ഒക്കെ ചെയ്യാം. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ന്യൂസാണ്. അങ്ങനെ മലയാളത്തിൽ അങ്ങനെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാകുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. നല്ല രസമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം വേറൊരു സിനിമയിൽ കാണാൻ സാധിക്കുക എന്നുള്ളത്. പക്ഷെ ഇവര് ഉജ്ജ്വലനെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ പ്രേക്ഷകൻ ഉജ്ജ്വലൻ എന്ന കഥാപാത്രം ഒരു ഇമ്പാക്റ്റും തരാത്ത കഥാപാത്രമാണ്. ചിലപ്പം ഇപ്പം രാഹുൽജിയും ഇന്ദ്രനീലും കൂടിയാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അവരുടെ കഥാപാത്രം അല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അവരുടെ ക്യാരക്ടർ ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമായിരിക്കാം. അവർ ഉദ്ദേശിച്ചത് അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് വളരെ നോർമൽ ഒരു മനുഷ്യൻ ആയിട്ട് മാത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ തോന്നിയത്. ധ്യാൻ വളരെ നോർമലായിട്ടാണ് ധ്യാൻ ഇത് പിടിച്ചിരിക്കുന്നത്. പുള്ളിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പുള്ളി എല്ലാ ഇന്റർവ്യൂസിലും പുള്ളി പറയാറുണ്ട്, ഞാൻ ഇതിൽ പാഷനേറ്റ് അല്ല, എനിക്ക് ഇതിന്റെ പാഷനല്ല, എനിക്ക് വലിയ ആക്ടറാണോ വലിയ ആളാണോ എന്ന് ഇതൊന്നുമില്ല, ഞാനിങ്ങനെ കിട്ടുന്ന റോളുകൾ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംവിധായകരും നിർമ്മാതാക്കളുമാണ് തീരുമാനിക്കേണ്ടത് ഇവരെ അഭിനയിപ്പിക്കണോ അഭിനയിപ്പിക്കാതിരിക്കണോ, വേറെ ആരെങ്കിലും ചൂസ് ചെയ്യണോ എന്നുള്ളത്. അതുകൊണ്ട് ധ്യാൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പുള്ളി നോർമലി വരുന്നു, മുണ്ടെടുത്തിട്ട് വന്ന് കുറുതിട്ട് വരുന്നു, അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ പുള്ളി ഒന്നും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. വളരെ നോർമലി നിന്ന് നടന്നു പോകുന്നൊരു കഥാപാത്രം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കോട്ടയം നസീർ ചെയ്ത കഥാപാത്രം നന്നായിട്ട് വന്നിരുന്നു. റോണി ചെയ്തിരിക്കുന്ന കഥാപാത്രം നന്നായിരുന്നു. നവാസിന് കൊടുത്തിരിക്കുന്ന മേക്കോറും കാര്യങ്ങളും ഒക്കെ നന്നായിരുന്നു. പിന്നെ സീമാജി നായർ അറിയാലോ, ഇത്തരത്തിലുള്ള സിനിമയിലെ അവിഭാജ്യ ഘടകമാണ് സീമാജി നായർ. പുള്ളിക്കാരിയും അവരുടെ റോള് മര്യാദക്ക് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അല്ലമീനും നിഹാലും ഒക്കെ ഉണ്ടല്ലോ, അവര് 4 പേരിൽ അല്ലമീനും നിഹാലിനും നല്ല റോളാണ് കിട്ടിയിരിക്കുന്നത്. നിഹാസും ഷാബാസിനെയും സൈഡാക്കി, അതായത് അവർക്ക് ഒട്ടും ചേരാത്ത കഥാപാത്രത്തെ കാണിച്ചിട്ട് എനിക്കൊന്ന് അവരെ മൊത്തം അവിടെ ഇവിടെ സൈഡുകളിൽ നിൽക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. കാര്യം അവർക്ക് ചേരത്തില്ല കഥാപാത്രം. ഒരു പോലീസുകാരായിട്ടാണ് അവർ വന്നിരിക്കുന്നത്, ഇൻവെസ്റ്റിഗേഷനുള്ള പോലീസുകാരുടെ ഗ്രൂപ്പിലാണ് അവരുള്ളത്. അവർക്ക് ഒട്ടും ചേരാത്ത കഥാപാത്രങ്ങൾ അവർക്ക് 1-2 സീനുകളിൽ അവരെ സൈഡാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലമീനും നിഹാലിനും നല്ല റോളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം, ഇവർക്കൊന്നും താങ്ങാത്ത റോളാണത്. അതായത് അല്ലമീൻ ആണെന്ന് പറഞ്ഞാലും നിഹാലിനാണെന്ന് പറഞ്ഞാലും കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ ഭയങ്കര പ്രധാനപ്പെട്ട റോളുകളാണ് കിട്ടിയിരിക്കുന്നത്. അത് എസ്പെഷ്യലി ഒരു കള്ളന്റെ വേഷത്തിൽ വന്ന നിഹാലിൻ്റെത്. പക്ഷെ ആ റോളൊന്നും പുള്ളിക്ക് താങ്ങത്തില്ല. ആ സമയത്തേക്ക് വേറെ നല്ലൊരു ഒരു ആക്ടറെ ഇട്ട് അത് ഫില്ല് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിരുന്നെന്ന് എനിക്ക് തോന്നി. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കഥാപാത്രമായിരുന്നു.
കാര്യം ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇവരെ അങ്ങനെ വെച്ചിട്ട് അത്രയും വലിയ കഥാപാത്രങ്ങൾ ഇവർക്ക് താങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. ഒരു സമയത്ത് പോലും ഒരു എക്സൈറ്റിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് തോന്നിയതാണ്. കാര്യം ഇവരുടെ വീഡിയോസ് എല്ലാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാര്യം ഇവർ 4 പേര് അങ്ങനെ പെർഫോം ചെയ്യുന്ന പിള്ളേരാണ്. നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്ത് ഇവരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇവർക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ വളരെ നോർമൽ, ഒന്നും മാനേജ് ചെയ്ത് പോയി എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇന്റർവെല്ല് വരെ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അന്ന് നിന്ന് സംസാരിച്ച് നിൽക്കുന്ന കുറച്ച് സീനുകളും ഇന്റർവെല്ലിന്റെ ആദ്യ പകുതി അവസാനിക്കുന്ന സമയത്ത് കുറച്ച് ത്രില്ലിംഗ് പരിപാടികളൊക്കെ കയറി വരുന്നു. പിന്നെ ഇന്റർവെല്ലിന് സമയത്ത് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കിട്ടേണ്ട ഒരു ത്രില്ലും പരിപാടികളോ ഒന്നും കിട്ടാത്ത വളരെ നോർമൽ ആയിട്ടൊരു സിനിമ അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഒരു സമയത്ത് പോലും ഒരു വാവ് ഫീലിംഗ് സിനിമയിൽ നിന്ന് കൊണ്ടുവന്നില്ല. ഒരു സീനിൽ പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവസാന സമയത്ത് കേസ് തെളിയിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുറെ ബ്രില്യന്റ് പരിപാടികൾ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലും ഒരു സന്തോഷിപ്പിക്കുന്നില്ല. പിന്നെ ഇതിന് കിട്ടുന്ന അതായത് ഈ പരിപാടി ചെയ്യാനായിട്ട്, ഈ ക്രൈം ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടല്ലോ, അതുപോലും എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഒരു ഇതായില്ല. കാര്യം പുറം സിനിമകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നേ ഒരു സന്തോഷം തന്നില്ല, ഒരു തൃപ്തി തന്നില്ല എനിക്ക് സിനിമ. ഒരു നോർമലി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന വളരെ നോർമൽ സിനിമയായിട്ട് മാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയുള്ളൂ. പിന്നെ എൻ ക്രെഡിറ്റ്സിൽ ഇവരുടെ അടുത്ത വരാൻ പോകുന്ന സോംബി സിനിമയെ കുറിച്ച് ചെറിയൊരു സാധനമൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അതും കുറച്ച് കിടിലം പരിപാടിയാണെന്ന് തോന്നുന്നു. ഭാവിയിൽ യൂണിവേഴ്സിൽ എവിടെയെങ്കിലും ഉജ്ജ്വലൻ വരട്ടെ, ഉജ്ജ്വലൻ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. ഇവരുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള പടങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യും. പ്രൊമോഷൻ കണ്ടും അത് കണ്ടും ഇത് കണ്ടും വേറെ ആരുടെയും എൻ്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ ആരും തീരുമാനത്തിലെത്തണ്ട. നിങ്ങൾ പേഴ്സണലി കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം, വിമർശിക്കാം. അപ്പം ഓക്കെ.